വെള്ളനേറ്റിക്കാരുണ്ടല്ലോ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ അങ്ങ് മതം മാറ്റി കളയാം എന്ന് വിചാരിക്കുന്ന വെള്ളനേറ്റിക്കാർ, അവരുടെ ഹൃദയം തകർന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പറഞ്ഞിട്ടില്ല. ഇന്നലെ മോദി സർക്കാർ വെള്ളനേറ്റിക്കാരായ ഇവാഞ്ചലിസ്റ്റുകൾക്ക് 8 പണി കൊടുത്തു. FCRA ഭേദഗതിയുടെ പേരിൽ BJPയുടെ അങ്ങ് മൂക്കിലോട്ട് വലിച്ചു കയറ്റും എന്ന് പറഞ്ഞവർ അറിയണം, കിട്ടിയ പണി 8 കൊടുത്തത് BJP സർക്കാരാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ പോലീസാണ് പണി കൊടുത്തത്. വെള്ളനേറ്റിക്കാർക്കെതിരെ, മതം മാറ്റ ലോബിക്കെതിരെ UAPA ചുമത്തി. ഇന്നലത്തെ ദിവസത്തൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, G7 ഉച്ചകോടി ഫ്രാൻസിലെ AVN നഗരത്തിൽ നടക്കുകയാണ്. മോദിയും ട്രംപും തമ്മിൽ കാണും. ട്രംപും മോദിയും തമ്മിൽ കാണുമ്പോൾ മോദി മര്യാദയ്ക്ക് ഞങ്ങളുടെ ആളുകൾക്ക് മതം മാറ്റാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം, അവർക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങൾ FCRAയിൽ കൊണ്ടുവരുന്ന ഭേദഗതിയിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പണം കൊടുക്കും, അതുകൊണ്ട് അവർ പള്ളിയുണ്ടാക്കും, നിങ്ങളുടെ ആളുകളൊക്കെ മതം മാറ്റും, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഇന്ത്യയിൽ കൊടുത്തേ പറ്റുള്ളൂ എന്ന് ട്രംപ് കടുപ്പിച്ച് പറയും. ഇല്ലെങ്കിൽ 1000% താരിഫ് ഇന്ത്യക്ക് ചുമത്തും എന്നൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞ് നടന്നത്. ചില അച്ചായന്മാർ ചാനൽ നടത്തി ഇതൊക്കെ പറയുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റുകളെ വെറുപ്പിച്ചുകൊണ്ട് മോദിക്ക് ഇന്ത്യയിൽ ഭരിക്കാൻ പറ്റില്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റുകളുടെ തലസ്ഥാനമാണ്. മോദി അറിയണം, ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത് എന്നൊക്കെയാണ് ഈ അച്ചായന്മാർ തള്ളി വിട്ടുകൊണ്ടിരുന്നത്. ഒരു യൂട്യൂബ് ചാനൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തള്ളുകയാണ്. ഹിന്ദുക്കൾക്കെതിരെയുള്ള നിരന്തര പ്രചാരണം നടത്തുന്ന ചാനലുകൾ നടത്തുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം ആരെക്കുറിച്ചാണെന്ന്. പക്ഷേ എന്താ സംഭവിച്ചത്? ട്രംപിനെ കാണും മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അമേരിക്കൻ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് സംഘടന, ഇന്ത്യയിൽ ചർച്ചുകളുടെ എണ്ണം കൂട്ടുക, മതപരിവർത്തനം വ്യാപകമായി നടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ടിമിത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഭോപ്പാൽ പോലീസ് UAPA ചുമത്തിയിരിക്കുന്നു. മോദി ട്രംപിനെ കാണുന്നതിൻ്റെ തൊട്ടു മുമ്പ്. ട്രംപ് അറിയാൻ വേണ്ടിയിട്ടാണ്, ട്രംപേ ഇത് ഇന്ത്യയാണ്, പഴയ ഇന്ത്യയല്ല, നിങ്ങൾ നിക്ക് എന്ന് പറയുമ്പോൾ മുട്ട കുത്തുന്ന ഇന്ത്യയുടെ കാലം കഴിഞ്ഞു എന്ന് മോദി സർക്കാർ, BJP സർക്കാർ തെളിയിച്ചിരിക്കുന്നു. കേരളത്തിൽ കുറേ ആളുകളുണ്ടല്ലോ, FCRA ഭേദഗതി വന്നാൽ അതിൻ്റെ പേരിൽ BJP അംഗം ഫിനിഷ് ചെയ്ത് കളയാമെന്നൊരു ബ്ലാക്ക് മെയിൽ നടത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ പ്രചരണം നടത്തി BJPയെ തോൽപ്പിക്കാൻ, UDFനെ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട കത്തനാരന്മാരും കന്യാസ്ത്രീകളും ബിഷപ്പുമാരും ഒക്കെ അറിയണം, ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പണിയെടുത്താൽ അത് ഇവാഞ്ചലിസ്റ്റ് അല്ല, അതിനപ്പുറത്തെ ആളാണെങ്കിലും നിയമം അനുശാസിക്കുന്ന നടപടിയെടുക്കും, അതിൽ നിന്ന് അണുവീട പിന്നോട്ട് പോവില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ട്രംപിൻ്റെ സെക്രട്ടറി, അവിടെ മന്ത്രിമാർക്ക് സെക്രട്ടറി എന്നാണല്ലോ പറഞ്ഞത്, മാർക്കോ റൂബിയോ വന്നല്ലോ ഇന്ത്യയിൽ. മാർക്കോ റൂബിയോ വന്നിട്ട് ഡൽഹിയിൽ ഇറങ്ങാതെ നേരെ കൊൽക്കത്തയിൽ കൊൽക്കത്തയിൽ പോയിറങ്ങിയിട്ട് ഈ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ ആളുകളെ കണ്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞു, കണ്ടില്ലേ, മാർക്കോ റൂബിയോ കണ്ടു, മോദിയെ പിടിച്ചു കിട്ടും, FCRA ഭേദഗതിയും അതിൻ്റെ തുടർന്നുള്ള നടപടിയൊന്നും നടക്കില്ല, അമേരിക്ക കൃത്യമായ സന്ദേശം ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ചില ആളുകൾ കൊട്ടിഘോഷിച്ച് നടന്നത്. പക്ഷേ ഇന്ത്യ 8 പണി മാർക്കോ റൂബിയോയ്ക്ക് കൊടുത്തിരുന്നു. മാർക്കോ റൂബിയോ വന്നിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വിദേശകാര്യ വകുപ്പിലെ ഒരു പ്യൂണിനെ പറഞ്ഞു വിട്ടത്, ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടു അമേരിക്കയുടെ മന്ത്രി ഇവിടെ വന്നപ്പോൾ. കാരണം ഡൽഹി വരേണ്ടവൻ ഡൽഹി വരണം, അല്ലാതെ കൊൽക്കത്തയിൽ പോയി കന്യാസ്ത്രീകളെ കാണാൻ പോയാൽ ആ ലെവലിലുള്ള ഒരാളെ അങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ നായ ഇരിക്കുന്നു നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. മാർക്കോ റൂബിയോയ്ക്ക് ഇത് പണി കിട്ടിയതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ഇത് മോദി ട്രംപിനെ കാണുമല്ലോ, G7 വരുമല്ലോ, ഫ്രാൻസിൽ വെച്ച് G7 ഉച്ചകോടിയുണ്ട്, അന്ന് മിക്കവാറും പറയും FCRA നടപ്പാക്കരുത്. എന്താ FCRA നടപ്പാക്കിയ? ഇപ്പോൾ FCRA എന്ന് പറഞ്ഞല്ലോ, വിദേശത്ത് പണം വരുന്നുണ്ട്, ആ പണം വരുന്നത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു കൃത്യമായിട്ട് അറിയണം, ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് കണ്ടുകിട്ടും എന്നാണ് FCRA നിയമ ഭേദഗതിയിലെ പ്രശ്നം. അത് വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല, സിഖുകാർക്ക് പ്രശ്നമില്ല. അവരുടെയൊക്കെ സംഘടനകൾക്ക് FCRA അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും പ്രശ്നമില്ല. ക്രിസ്ത്യാനിക്ക് മാത്രമാണ് പ്രവർത്തനം. മതപരിവർത്തന നിരോധന നിയമം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നു. ക്രിസ്ത്യാനിക്ക് പ്രശ്നമില്ല, ഹിന്ദുവിന് പ്രശ്നമില്ല, മുസ്ലിമിന് പ്രശ്നമില്ല, സിഖുകാരനും ബൗദ്ധർക്കും പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ വെള്ളനേറ്റിക്കാർക്കാണ്. കാരണം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഈ കേസിന് ആധാരം എന്നൊന്ന് പരിശോധിക്കാം. കാരണം ഇവാഞ്ചലിക്കൽ ചർച്ച് പ്ലാന്റിംഗ് ഓർഗനൈസേഷനാണ്. ഇവാഞ്ചലിക്കൽ ചർച്ചിനെ നനച്ചു വളർത്തുന്ന സംഘടനയാണ് ടിമിത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന. ഇവർ ചെയ്ത കൃത്യം
മുമ്പൊരിക്കൽ ഇന്ത്യ ലൈവ് പറഞ്ഞിരുന്നു, ഇവർ ഈ FCRA നിയമം ഉള്ളതുകൊണ്ട് പൈസ പഴയ പോലെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പിടിവീഴും. അതുകൊണ്ട് ഇവർ ചെയ്തതെന്നറിയാമോ? ഇവർ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പണം ഒഴുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ചില സായിപ്പന്മാരെ ഇന്ത്യയിലേക്ക് വിടും. ഈ സായിപ്പന്മാർ വന്നിട്ട് അവരുടെ പക്കലുള്ള വിദേശത്ത് അമേരിക്കയിലെ ട്രൂയിസ്റ്റ് ബാങ്കിലെ ഡെബിറ്റ് കാർഡുകളും ATM കാർഡുകളും ഉണ്ടാവും. ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഉണ്ടാവും. ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ATMയിൽ നിന്ന് പണം പിൻവലിക്കും, എന്നിട്ട് കൊടുക്കും. എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ പിൻവലിച്ചു. അത് ചെറിയ ചെറിയ നോട്ടുകളായിട്ട് പിൻവലിക്കും. പാവപ്പെട്ട ആദിവാസിക്ക് കൊടുക്കേണ്ടതില്ല. എവിടെയാണ് ഇവർ കൂടുതലും ഇവർ പണം വിനിയോഗിച്ചെന്നറിയാമോ? നക്സൽ ബാധിത മേഖലകളായ ദംതരി, ബസ്തർ തുടങ്ങിയ മേഖലകളിൽ ഇവർ നക്സലൈറ്റുകൾക്കും പാവപ്പെട്ട ആദിവാസികൾക്കും പണം കൊടുത്ത് മതം മാറ്റാനുള്ള പരിപാടി നടത്തി. അങ്ങനെ ഈ ആദിവാസി മേഖലകളിൽ, നക്സൽ ബാധിത മേഖലകളിൽ മാത്രം ATM ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് 6.5 കോടി രൂപ പിൻവലിച്ചു. ആകെ കണക്ക് പരിശോധിക്കുമ്പോൾ 93 കോടി രൂപയാണ് 1-2 മാസങ്ങൾക്കുള്ളിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ടിമിത്ത് ഫൗണ്ടേഷൻ പ്രവർത്തകർ അതിനുവേണ്ടി ഇന്ത്യയിൽ വന്ന വിദേശത്തുള്ള ആളുകളുടെ പേരിൽ പിൻവലിച്ചത്. വളരെ ശാസ്ത്രീയമായി ആസൂത്രിതമായിട്ടാണ് ചെയ്തത്. അതായത് ഒരു മേഖലകളായിട്ട് തിരിച്ചു, പണം ചെലവഴിക്കേണ്ട മേഖലകൾ. 2 മാസത്തെ ചിലവാണ് 93 കോടി രൂപ. നോർത്ത് ഈസ്റ്റ് 2, നോർത്ത് ഈസ്റ്റ് 1, നോർത്ത് ഈസ്റ്റ് 2, സൗത്ത് റീജിയൻ 2, അങ്ങനെ 4 മേഖല. NE1, NE2, SR, സൗത്ത് റീജിയൻ 1, സൗത്ത് റീജിയൻ 2, ഇങ്ങനെ 4 മേഖലകളായി തിരിച്ചിട്ട് വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ആ മേഖലകളിൽ ചെല്ലുന്നു. പണം എങ്ങനെ കൊടുക്കുന്നറിയോ? അവിടെ വലിയ പ്രതിഷേധവും ധർണയും നടത്തും സർക്കാരിനെതിരെ. BJP സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയത്തിനെതിരെ ധർണയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ATMയിൽ കാർഡിട്ട് കാശെടുത്ത് കൊടുക്കും. അതിൻ്റെ സമ്മേളനത്തിൻ്റെ ചിലവ്, വാഹനത്തിൻ്റെ ചിലവ്, ഇങ്ങനെയുള്ള ചിലവുകളെല്ലാം മീറ്റ് ചെയ്യും. അങ്ങനെ 2 മാസം കൊണ്ട് ഇവർ 4 മേഖലകളിൽ, നോർത്ത് ഈസ്റ്റിലെ NE1, NE2, സൗത്ത് റീജിയനിലെ SR1, SR2 എന്നീ മേഖലകളായി 93 കോടി രൂപ മുടക്കി. എന്നിട്ട് വലിയ തോതിൽ കോടികളൊക്കെ വിഡ്രോ ചെയ്യുന്ന ആളുകൾ അന്ന് തന്നെ വിമാനം കയറി നാടുവിടും. ഇങ്ങനെ വലിയ തോതിൽ പണമൊഴുക്കി മതപരിവർത്തനം, FCRA നിയമത്തെ മറികടക്കാൻ പുതിയ മാർഗം കണ്ടുപിടിച്ച് മതപരിവർത്തനത്തിന് ശ്രമിച്ച ആളുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു ചങ്ങായി തനിക്കെതിരെ പണി വരുന്നുണ്ടെന്നറിഞ്ഞ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് വിമാനം കയറാൻ നിന്ന ആളെ കയ്യോടെ പിടികൂടി. മിക്ക മാർക്ക് എന്നായിരുന്നു അയാളുടെ പേര്. മിക്ക മാർക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ എത്രയെന്നറിയോ? 24 ക്രെഡിറ്റ് കാർഡുകൾ. 24 ക്രെഡിറ്റ് കാർഡുകൾ. എന്നാലോചിച്ച് നോക്കിയാൽ ഒരാൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡുള്ള ആൾക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോഴാണ് 24 ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ചർച്ചാണ്. ഒരാൾക്ക് കൊടുത്ത് താൻ അവിടെ പോയിട്ട് മോദി സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി വന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ പണമൊന്നും ബാങ്ക് വഴി കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ATM കാർഡ് ആയിട്ട് പൊക്കോ, എന്നിട്ട് ആവശ്യം പോലെ പണം പിൻവലിച്ചോ കൊടുത്തോ എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇവരെ പിടികൂടിയ ഈ അമേരിക്കക്കാരനായ മിക്ക മാർക്ക്, ഓർക്കണം, അമേരിക്കക്കാരൻ ഇവാഞ്ചലിസ്റ്റ് ചർച്ച്, ഇവിടെ FCRA നിയമത്തെ വെല്ലുവിളിച്ച് ഇവിടെ പണമൊഴുക്കാൻ വന്നവൻ, അവൻ നമ്മുടെ കസ്റ്റഡിയിലാണ്. അവനെതിരെ മോദി ട്രംപിനെ കാണുന്നതിൻ്റെ തലേദിവസം UAPA ചുമത്തിയേക്കാൻ തീരുമാനിച്ചു. സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയെ നിങ്ങൾ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാൻ നിങ്ങൾ സഭയുടെ പേരിൽ നിയമങ്ങളെല്ലാം മറികടന്ന് ഇവിടെ പണമൊഴുക്കി മതപരിവർത്തനം നടത്താൻ തീരുമാനിച്ചാൽ പൂട്ടും. 8ൻ്റെ പൂട്ടിട്ട് പൂട്ടും. UAPA ചുമത്തിയാൽ ഊരി പോരണമെങ്കിൽ കുറേ സമയമെടുക്കും. മിക്കാമാർക്ക് ജയിലിൽ കിടക്കും. ഏത് സംഘടനയുടെ ആൾ? ടിമിത്ത് ഫൗണ്ടേഷൻ്റെ ആൾ. എവിടുത്തുകാരനാണ്? അമേരിക്കക്കാരനാണ്. അമേരിക്കക്കാരനെ ജയിലിലിട്ടാൽ അമേരിക്കൻ പ്രസിഡന്റിന് പൊള്ളും. തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് മോദി നടത്തിയത്. കാരണം ട്രംപുമായിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും FCRA നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതി മൂലം ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫയലെടുത്ത് മോദി ട്രംപിൻ്റെ കയ്യിലിട്ട് കൊടുക്കും. നോക്കൂ, നിങ്ങളുടെ ആൾ, നിങ്ങൾ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് ചർച്ചിൻ്റെ ആൾ ഇന്ത്യയിൽ വന്നിട്ട് എന്താ കാണിച്ചത്? നിയമവിരുദ്ധമായി ATMകളിലൂടെ 93 കോടി രൂപ പിൻവലിച്ച് ഈ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ട് അയാളെ
നിയമ നടപടിക്ക് വിധേയനാക്കി. ഇപ്പോൾ UAPA ഇത്തരം പ്രവർത്തനങ്ങൾ UAPA ആക്ടിൻ്റെ പരിധിയിൽ വരും. കാരണം നിങ്ങളുടെ ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സായുധ സേനകളെ കൊന്നൊടുക്കുന്ന നക്സൽ ബാധിത മേഖലകളിൽ ഈ പണം ഒഴുക്കിയിട്ടുണ്ട്. നക്സലൈറ്റുകൾക്ക് ഈ പണം പോയിട്ടുണ്ട്. ഓർക്കുന്നില്ലേ സ്റ്റാൻ സാമി എന്ന് പറഞ്ഞൊരു കത്തനാര്? അയാളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ നക്സലൈറ്റുകളുടെ മുഴുവൻ വിവരവും ഉണ്ടായിരുന്നു. അയാൾ തടവറയിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. തടവറയിലൊന്നുമല്ല, അയാൾക്ക് ജയിലിലായിരുന്നു. UAPA ചുമത്തിയിരുന്നു. അവസാനം അസുഖം വന്നപ്പോൾ ആശുപത്രിയിൽ മാറ്റി ആശുപത്രി വെച്ചാൽ ചത്തുപോയത്. പക്ഷേ ജയിലിൽ കിടന്നു മരിച്ച സ്റ്റാൻ സാമിക്ക് വേണ്ടി വിതുമ്പുന്ന ഹൃദയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ എറണാകുളത്ത് ഞാൻ മറ്റേ ഫ്ലക്സ് ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിഷേധിക്കാനാവുന്നില്ല, അത്രമാത്രം വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു സ്റ്റാൻ സാമിക്കെതിരെ. അതുപോലെ മിക്ക മാർക്ക് എന്ന് പറഞ്ഞ അമേരിക്കക്കാരനെതിരെ നക്സൽ ബാധിത പ്രദേശങ്ങളായ ധാംതരിയിലും ബസ്തറിലും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ATMകളിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിക്കപ്പെട്ടതിന് അറസ്റ്റ് ചെയ്ത ആളെ സ്വാഭാവികമായും ഇന്ത്യയിലെ ഭീകരപ്രവർത്തനത്തിനെ സഹായിച്ചതിന് UAPA ചുമത്തും സാർ, ജയിലിൽ അടയ്ക്കും സാർ എന്ന് ഇന്ത്യ പറയും, ട്രംപിനോട് പറയും. ട്രംപിനപ്പോൾ നിങ്ങളുടെ ആളുകൾ വന്നിട്ട് മര്യാദയ്ക്ക് മാനം മര്യാദയായിട്ടുള്ള പ്രവർത്തനമല്ല ഇവിടെ നടത്തുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ഇതിനപ്പുറത്തൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ ബീറ്റ് ചെയ്യാൻ ഇന്ത്യക്കൊരു ട്രംപ് കാർഡ് കിട്ടി. ആ ട്രംപ് കാർഡിൻ്റെ പേരാണ് മിക്ക മാർക്ക്. ആ മിക്ക മാർക്കിനെ ഇങ്ങോട്ട് അയച്ച ടിമിത്ത് ഫൗണ്ടേഷൻ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനത്തിന് മതത്തിൻ്റെ പേരിൽ പണം ഉപയോഗിക്കുന്നവരാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ് ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഈ പറഞ്ഞ പോലെ കുറേ വെള്ള നൈറ്റിക്കാർ വന്ന് പേടിച്ചു പോകുന്ന ഒരു സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കിയേ, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആയിട്ട് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ, മീറ്റിംഗ് ഉറപ്പിച്ചിരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ആ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ വരെ കരുതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ മുഴുവൻ ഇവാഞ്ചലിസ്റ്റുകൾക്ക് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ഒന്നിനെയും അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി അടിവരയിട്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് ഈ വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് പറയാൻ നമ്മുടെ ഇന്ത്യ ലൈവേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ലൈവ് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് തന്നെ അത് ചെയ്യണം.